ഹായ്, ലാസ്റ്റ് നടന്ന ആപ്പിൾ ഇവൻ്റ്, അതായത് 20th April 2021 നടന്ന അതിൽ നമുക്കൊരു ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റത്തിലുള്ള എല്ലാ ഡിവൈസും നമുക്ക് ട്രാക്ക് ചെയ്യാനും മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ റേസ് ചെയ്യാനും അതേപോലെ തന്നെ ട്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ഓൾറെഡി ബിൽറ്റ് ഇൻ ആപ്പാണ്. അതിലേക്ക് അഡീഷനായിട്ട് നമുക്ക് ആപ്പിൾ ഇക്കോസിസ്റ്റത്തിലല്ലാത്ത മറ്റ് ഡിവൈസുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ സാധനമാണ് ആപ്പിൾ എയർടാഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ എയർടാഗിൻ്റെ ഇതാണ് സാധനം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആപ്പിൾ എയർടാഗിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്, അൺബോക്സിംഗ് ആൻഡ് സെറ്റപ്പ് വീഡിയോ ആണ്. സോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഫ്രം യുവർ ഇമാജിനേഷൻസ്. ലെറ്റ് us start. അപ്പോൾ നമുക്ക് ആപ്പിൾ എയർടാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാരണ നമുക്കിപ്പോൾ മിസ്പ്ലേസ് ആയി പോകുന്ന കീസ് അതുപോലെ മറ്റു സാധനങ്ങൾ, അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്പ്ലേസ് ചെയ്യുന്ന സാധനം ഒന്നാണ് എൻ്റെ വാലറ്റ്, പിന്നെ എൻ്റെ റിമോട്ട്, പിന്നെ കോംബ്. ഈ മൂന്ന് സാധനം എപ്പോഴും മിസ്പ്ലേസ് ചെയ്യുന്ന സാധനം. അപ്പോൾ അതേപോലെ നമുക്ക് മിസ്പ്ലേസ് ചെയ്യുന്ന സാധനങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ആപ്പിൾ എയർടാഗ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതിൽ നമുക്ക് ബോക്സ് ഉണ്ട്, പിന്നെ യൂസർ മാനുവലും കാര്യങ്ങളെല്ലാം ഉണ്ട്. നോർമൽ ആപ്പിൾ ഡിവൈസസിലുള്ള ആപ്പിൾ സ്റ്റിക്കർ ഇത്തവണ ഇല്ല. പിന്നെ നമുക്ക് എയർടാഗ് വളരെ സേഫായിട്ട് ഇതിനകത്ത് സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എയർടാഗ് തുറക്കുമ്പോൾ ഇതിന് പോലെ ലേബിളിംഗ് ഉണ്ട്. ആ ലേബിൾ നമുക്ക് പതുക്കെ പൊളിച്ചെടുക്കാം. നമുക്ക് ടാഗ് ഇതിനുള്ളത് പുള്ളി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പം നമ്മൾ എയർടാഗ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർടാഗ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഫോണിൻ്റെ തൊട്ടടുത്ത് വെക്കുക, കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൽ എയർടാഗിന് നെയിം കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഞാൻ കീസാണ് കൊടുക്കുന്നത്. ഞാൻ കണ്ടിന്യൂ ചെയ്യുക. യൂസ് ദിസ് ഐഫോൺ. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യാൻ ഓക്കെ കൊടുത്തു. ആൻഡ് എയർപാഡ് ഈസ് സിറ്റിംഗ് അപ്പ്. ഇപ്പോൾ ഫൈൻഡ് മൈ ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേ സൗണ്ട് അടിക്കാം. വളരെ മിനിമൽ സൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡയറക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം എൻ്റെ ലൊക്കേഷൻ്റെ അപ്രോക്സിമേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ എയർടാഗ്. ഇതിനു വേണ്ടി ഒരുപാട് ആക്സസറീസ് അവൈലബിൾ ആണ്. നമുക്ക് കീചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ നമ്മുടെ ബാഗിൽ, ട്രാവൽ ബാഗിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പം നമ്മൾ വാലറ്റ് എടുത്തിട്ട് വാലറ്റ് ട്രാക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരു മിനിമൽ വാലറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കുറച്ച് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്താണ് ട്രാക്ക് ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റായി ട്രാക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോർമലി ഇതിനകത്തുള്ളത് നമ്മളെ നോർമൽ ബാറ്ററിയാണ്. നമ്മളെ നോർമൽ കാറിൻ്റെ കീ റിമോട്ടിലൊക്കെ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്. അപ് ടു 1 year ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. അപ്പോൾ നോർമലി ഐഫോൺ 11 ആൻഡ് എബോവ് എല്ലാ ഫോണിലും പ്രസിഷൻ ഫൈൻ ചെയ്തിട്ട് നമുക്ക് 30 meter റേഡിയസിനുള്ളിലാണെങ്കിൽ നമുക്ക് വളരെ പ്രെസൈസ് ആയിട്ട് ഇത് അതിൻ്റെ ഡെമോ വീഡിയോ ഞാൻ കാണിക്കാം, കാരണം എൻ്റെ ഫോൺ സപ്പോർട്ടഡ് അല്ല. പിന്നെ അതേപോലെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ ടാഗ് ചെയ്ത ഡിവൈസ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എങ്ങനെ നമുക്കറിയാൻ പറ്റും? നോർമലി നമ്മൾ 30 meters പുറത്ത് പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതിന് ആപ്പിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഫൈൻഡ് മൈ ആപ്പിൽ ലോസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നോർമലി നമുക്ക് നമ്മളുടെ കോൺടാക്റ്റിലെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം ആപ്പിൾ ഇക്കോസിസ്റ്റത്തിലുള്ള മറ്റ് ഡിവൈസുകൾ, തൊട്ടടുത്തുള്ള മറ്റ് ഡിവൈസുകൾ ഈ ഡിവൈസ് ടാഗ് ചെയ്തിട്ട് അവരുടെ ഫൈൻഡ് മൈ ആപ്പിൽ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെ നോട്ടിഫൈ ചെയ്ത് നമ്മളെ ഇൻഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ട്രാക്കർ വെച്ച് നമുക്ക് വീണ്ടും ഇത് ഫൈൻഡ് ചെയ്യാം. ഇനി നമുക്കൊരു വേറൊരു കേസ് എടുക്കാം.
നോർമൽ കേസെല്ലാം നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും നമ്മളെ കാറിലോ മറ്റൊരിടത്തോ ഈ ഒരു ട്രാക്കർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ആർക്കും നമ്മൾ കിഡ്നാപ്പിംഗ് കേസിലൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി മറ്റൊരാളിത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു കേസിലും ഞാൻ പറഞ്ഞാൽ നമ്മൾ 30 മീറ്റേഴ്സിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് ലോസ് മോഡിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഇതിലൊരു ട്രാക്കർ സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ ഈ ട്രാക്കർ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതാണ്, നമുക്കൊരു ഇങ്ങനെ ഒരു ഡിവൈസ് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വരും. സോ ഡെഫിനറ്റ്ലി വേറെ ആരും നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പിൾ നമ്മുടെ സെക്യൂരിറ്റി വളരെ കൺസേൺസ് ആണ്. ഇപ്പം ആപ്പിൾ ട്രാക്ക് ചെയ്യുന്ന ഈ ഡിവൈസുകൾ മാത്രമല്ല, പേഴ്സണിനെ ട്രാക്ക് ചെയ്യാൻ അങ്ങനത്തെ സംഗതികൾ ആപ്പിൾ വരാതിരിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ആപ്പിൾ ചെയ്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആപ്പിൾ എയർടാഗ് ഇനി ഒരു പുതിയ ട്രെൻഡ് തന്നെ സൃഷ്ടിക്കാൻ പോകുന്നത്. ആപ്പിൾ എന്ത് ഡിവൈസ് കൊണ്ട് നമ്മളെ എയർപോർട്സ് കൊണ്ട് നമ്മൾ എല്ലാം അതൊരു പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡ് സെക്ടർ ആയിരുന്നു. ഇതിലൊരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്സസറീസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഒരു പുതിയ ട്രെൻഡ് സെക്ടർ ആയിരിക്കും. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ UAE ഞാൻ വാങ്ങിയത് 129 ദിർഹംസിനാണ്. 4 പാക്കറ്റ് 4 ഒരുമിച്ച് വരുന്ന പാക്ക് ഉണ്ട്, അതിന് 450 or 470 സംതിങ് ആണ് വരുന്നത്. ഇന്ത്യയിലാണ് ഇതിൻ്റെ വില. സിംഗിൾ വരുന്നത് പാക്കിന് വരുന്നത് 3200 രൂപയുടെ അടുത്താണ്. 4 പാക്ക് വരുന്നത് നമുക്ക് 11,000 അടുത്തായിട്ട് വരും. USDയിലാണെങ്കിൽ $29 and $99. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് സെക്ഷൻ തരിക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നത്. Until then, take care and bye.